വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങളെ നട്ട് നനയ്ക്കാം, നന്മകൾ കൊയ്യാം. ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നസ്. നമ്മളതിൻ്റെ 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ്. ആ പാർട്ടിലെന്ന് വെച്ചാൽ കൃഷി രീതികൾ ഏതൊക്കെയാണെന്നും അല്ലേ, അതിനകത്തിൽ വെർട്ടിക്കൽ ഫാമിംഗ് എന്താണെന്നും അതൊക്കെ നമ്മൾ എഴുതിയതാണ്. പിന്നെ സസ്യ പോഷകങ്ങൾ അല്ലെ, പ്ലാന്റിൻ്റെ ന്യൂട്രിയൻസ് എന്താണ്, മാക്രോ ന്യൂട്രിയൻസ് എന്താണ്, മൈക്രോ ന്യൂട്രിയൻസ് എന്താണ് കേട്ടോ. ഓരോന്നും നോക്കണേ. അതുപോലെ തന്നെ വാട്ട് ആർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ഹാവ് പ്രൊമോട്ടഡ് ഫാർമേഴ്സ് ടു ചൂസ് ന്യൂ വേ ഇൻ അഗ്രികൾച്ചർ. പിന്നെ വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ടു മേക്ക് എ ഫാമിംഗ് പ്രോഫിറ്റബിൾ. കൃഷി ലാഭകരമാക്കാൻ എന്തെല്ലാം സാധ്യതകൾ നമുക്ക് ഉണ്ട് കണ്ടോ. ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ 1ഉം 2ഉം പാർട്ടിൽ ഇട്ടതാണ്. അഥവാ കാണാത്തവർക്ക് വേണ്ടിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇതെല്ലാം നമ്മൾ എഴുതിയതാണ്. ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ, കാരണം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞതാണ്. പുതുവഴികൾ തിരഞ്ഞെടുക്കുവാൻ കർഷകരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ഹാവ് പ്രൊമോട്ടഡ് ഫാർമേഴ്സ് ടു ചൂസ് ന്യൂ വേ ഇൻ അഗ്രികൾച്ചർ. ഏതൊക്കെയാണ്? ഉൽപ്പാദന ചെലവ് കൂടുതൽ, ഉൽപ്പാദകരുടെ വിലയിടിവ്, ജലസേചനത്തിൻ്റെ പ്രശ്നങ്ങൾ, കാർഷിക തൊഴിലാളികളുടെ കുറവ്, ഇതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ. അതുപോലെ തന്നെ സ്ഥലപരിമിതി മറികടക്കാൻ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്താവുന്ന, അതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന പടങ്ങൾ ഉൾപ്പെടെ അതല്ലയോ നിങ്ങളെ. ഉള്ള സ്ഥലത്ത് വെച്ചൊക്കെ നമുക്ക് ഏതെല്ലാം കൃഷി ചെയ്യാൻ പറ്റും എന്നാണ്. മാക്സിമൈസിങ് ലാൻഡ് യൂട്ടിലൈസേഷൻ ടു ഓവർകം ലാക്ക് ഓഫ് സ്പേസ് അല്ലേ. ഫസ്റ്റ് പേജിൽ തന്നെ പടം ഉൾപ്പെടെ ഇതിൻ്റെ കിടപ്പുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരായാലും മലയാളം മീഡിയക്കാരായാലും നോക്കണേ, നിങ്ങളുടെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് പറഞ്ഞതാണ്. വെർട്ടിക്കൽ ഫാമിങ്ങിന് ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ദ മെത്തേഡ് വെയർ ക്രോപ്പ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലെയർ കേട്ടോ. ഇങ്ങനെ ഒറ്റ വരി എഴുതിയ ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന രീതിയാണ് നമ്മൾ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മാർക്കിന് ചോദിക്കുകയെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. ഇനി അതുപോലെ തന്നെ ഈ ഫെർട്ടിഗേഷൻസ് ഫോർ ഫെർട്ടിലിറ്റി, ഫലപുഷ്ടിക്കായിട്ടുള്ള വളപ്രയോഗങ്ങൾ, അത് നമ്മൾ പറഞ്ഞതാണ്. എന്തൊക്കെ ന്യൂട്രിയൻസ് ആവും നിങ്ങൾ? നമ്മൾ മാക്രോയും മൈക്രോയെ കുറിച്ച് പറഞ്ഞു. ഈ മാക്രോയ്ക്കകത്തിൽ എന്തൊക്കെയാണ്, മൈക്രോയ്ക്കകത്തിൽ എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് നമ്മുടെ മണ്ണിനകത്തിൽ ആവശ്യമായ കൂടിയ അളവിലുള്ള മൂലകങ്ങളുമുണ്ട്. ഏറ്റവും ചിലപ്പോൾ പരീക്ഷയ്ക്കകത്ത് മാത്രം ഒന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും അല്ലേ. ഏറ്റവും കൂടിയ അളവിലുള്ളതും ഏറ്റവും കുറച്ച് അളവിലുള്ളതും ഒരു 3-4 പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കാരണം എല്ലാം നല്ല മലയാളത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ, നിങ്ങളെ പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ കേൾക്കുന്നത്. ഫോസ്ഫറസ്, ബോറോണ്, ബേരിയം അല്ലേ, ഇതൊക്കെ ഇരുമ്പും നിക്കലും ഒക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ തന്നെയും ഇപ്പം നമ്മൾ പുതിയതായിട്ട് പഠിക്കുക ആയിക്കോട്ടെ, പക്ഷേ ഇത് നമുക്ക് പഠിച്ചേ ഒക്കത്തുള്ളൂ. എന്താവും നിങ്ങളെ മാക്രോ ന്യൂട്രിയൻസിനകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം അല്ലെ, എലമെൻസുകൾ ഏതെല്ലാം കേട്ടോ. മൈക്രോയ്ക്കകത്തിൽ അടങ്ങിയിരിക്കുന്ന എലമെൻസുകൾ ഏതെല്ലാം, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ പീരിയോഡിക് ടേബിളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ, കെമിസ്ട്രിക്കകത്തിലൊക്കെ കേട്ടോ. നമ്മുടെ ചാനലിനകത്തിൽ ക്ലാസ് 5, 7ൻ്റെയും മിക്കവാറും ഉള്ള എല്ലാ ചാപ്റ്ററുകളും, മാത്സ്, സയൻസ്, സോഷ്യലിൻ്റെയും ഫുൾ ചാപ്റ്ററും നമ്മൾ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ. പിന്നെ ഇപ്പം നമ്മൾ ഈ വർഷം 6, 8ൻ്റെയും ഒരുവിധം എല്ലാ ദിവസവും ഇന്നും ഓരോ ലിങ്ക് വെച്ച് ഞാൻ ഇടുന്നുണ്ട്. മാത്സും സയൻസും സോഷ്യലും ഹിന്ദിയൊക്കെ കേട്ടോ. ഹിന്ദി ഒന്നും ഒട്ടും അറിയാൻ വയ്യാത്തവരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് കേട്ടോ. എളുപ്പ വഴിയിലൊക്കെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ ആ രീതി നിങ്ങൾ കയറി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. എല്ലാം ഹിന്ദി ആണെങ്കിൽ തന്നെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടാണ്. നിങ്ങളൊന്ന് നോക്കണേ അത് കേട്ടോ കേട്ടെ. ഓക്കെ, അപ്പം ഇനി ഫെർട്ടിഗേഷൻസ്, വളപ്രയോഗങ്ങൾ എങ്ങനെയാണ് അത് നമ്മൾ പഠിച്ചതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടാവും നിങ്ങളെ, നമ്മൾ എന്തായാലും കൃഷിയെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഈ പാഠത്തിൻ്റെ പേരെന്താവും നിങ്ങളെ, കൃഷിയെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ കൃഷിയിൽ നമ്മൾ ആദ്യമേ ഏതൊക്കെ തരത്തിൽ ഉള്ള സ്ഥലത്ത് വെച്ച് എന്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതിനെ കുറിച്ചായിരുന്നു ആദ്യം ഇതുവരെ നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ വളപ്രയോഗങ്ങൾ, എന്തൊക്കെ വളങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാവും നിങ്ങളെ. ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ വളങ്ങൾ അല്ലേ. ജൈവ വളങ്ങളുണ്ട് അല്ലേ, നമ്മളത് പഠിച്ചതാണ്. ജൈവ വളം എന്ന് വെച്ചാൽ കഴിഞ്ഞ ലിങ്കിൽ പഠിച്ചതാണ്. ചാണകം, കോഴിക്കാഷ്ടം, കമ്പോസ്റ്റ്, ചാരം, എല്ലുപൊടി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജൈവ വളങ്ങൾ എന്ന് പറയുന്നത് അല്ലയോ. ഇനി അതുപോലെ തന്നെ ജീവാണുവളം എന്ന് പറയുന്നത് ഇതുണ്ട്. നൈട്രജനും സൾഫറും സ്ഥിരീകരിക്കുന്ന സൂക്ഷ്മാണുക്കളായ റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ തുടങ്ങിയവ അടങ്ങിയ വളങ്ങളെയാണ് നമ്മൾ ജീവാണുവളം എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? അതൊക്കെ നമ്മൾ പറഞ്ഞതാ. എന്നാലും ചിലപ്പം ആദ്യമായിട്ട് വല്ലതും കാണുന്നവർക്കൊക്കെ അറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ. ഓക്കെ ആണോ? ഇനി ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ഉണ്ട്, കൃത്രിമമായിട്ടുണ്ടാകുന്ന അല്ലേ, കൃത്രിമ രാസവളങ്ങൾ. അതായത് സിന്തറ്റിക് ലൈറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്, യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്,
അമോണിയം സൾഫേറ്റ് എന്നിവയൊക്കെയാണ് ഈ നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം കൃത്രിമ വളങ്ങളുടെ പേരെഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണേ. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ കേട്ടോ. ഇനി അതുപോലെ തന്നെ നാനോ ഫെർട്ടിലൈസർ ഉണ്ടോ നിങ്ങളെ? നാനോ എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താ, ചെറുതായിരിക്കും അല്ലേ. സിന്തറ്റിക് ഫെർട്ടിലൈസർ കണ്ടെയ്നിങ് നാനോ പാർട്ടിക്കിൾസ് ലൈക്ക് നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവയൊക്കെ കേട്ടോ. എളുപ്പം ആഗിരണം ചെയ്യാൻ കഴിയും. ഇത് എന്താ, ചെറിയതായതുകൊണ്ട് ഇത് മണ്ണിൽ എളുപ്പം ആഗിരണം ചെയ്യാൻ കഴിയും. കുറഞ്ഞ അളവിൽ മതിയാകും എന്നതിനാൽ മണ്ണിന് വലിയ അളവിൽ എന്താ ഇത് ദോഷകരമാവില്ല എന്നും ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷും കിടപ്പുണ്ടാവും നിങ്ങൾ കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്തായാലും ഈ പാർട്ടിൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരത്തില്ല കുഞ്ഞുങ്ങളെ. ഒരു പാർട്ടും കൂടെ ഞാൻ ഇടുമ്പം ഇതിൻ്റെ ഫുൾ നോട്ട് നിങ്ങൾക്ക് ചിലപ്പം ചില കുട്ടികൾ ചോദിക്കുന്ന കേട്ടാ ഇതിൻ്റെ ഫുൾ ഓരോന്നായിട്ടൊന്ന് കാണിക്കണേ, സ്ക്രീൻഷോട്ട് എടുക്കാനാ എന്നൊക്കെ ഞാൻ കാണുന്നുണ്ടോ നിങ്ങളെ ഇതിനകത്തിലെ കമൻറ്റുകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെയും കമൻറ്റിന് ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് ഒക്കുന്ന കമൻറ്റുകൾക്കെല്ലാം ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിലെ 8 എണ്ണമായിരുന്നു പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവവളവും കൃത്രിമ വളവും തമ്മിലുള്ള, അതായത് ബയോ ഫെർട്ടിലൈസേഴ്സും ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള ഡിഫറൻസും എന്താണ് അല്ലേ. ജൈവവളം ആകുമ്പോൾ അതിന് വളരെ ചിലവ് കുറവാണ്. ജലം അതിനകത്ത് നിലനിർത്തുന്നുണ്ട്, സൂക്ഷ്മാണുക്കളെ നിലനിർത്തുന്നുണ്ട്, അത് പ്രകൃതിദത്തമാണ് അല്ലേ, ലെസ് എക്സ്പെൻസീവ് ആണ്, എൻഹാൻസ് വാട്ടർ റീടെൻഷൻ ആണ്, പ്രൊമോട്ട് മൈക്രോബയൽ റീപ്രൊഡക്ഷൻ ആണ്, കം ഫ്രം ലിവിങ് ക്രിയേച്ചറാണ് അല്ലേ. എന്നാൽ തിരിച്ചും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താ, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ അല്ലേ, കൃത്രിമ വളം. മോർ എക്സ്പെൻസീവ് ആണ് അല്ലേ. സോയിൽ ബിക്കം ഡ്രൈ ആയിരിക്കും, ഡിസ്ട്രോയ് ദ മൈക്രോബ്സ്, സിന്തറ്റിക്കുമായിരിക്കും അല്ലേ. ചിലവ് കൂടാം, മണ്ണിലെ ഈർപ്പങ്ങളെല്ലാം ഇതിട്ട് കഴിഞ്ഞാൽ ഇല്ലാതെയാവാം, സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാം അല്ലേ. ഇത് കൃത്രിമ വളവുമാണ്, കൃത്രിമവുമാണ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നല്ലേ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇത്രയാണ് 8 എണ്ണമായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ ആണോ? നമ്മൾ ടെസ്റ്റ് വായിച്ചിട്ട് തന്നെയായിരുന്നു ആ 8 എണ്ണവും പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ടെസ്റ്റ് എടുക്കാഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്നത് നോക്കണേ കുഞ്ഞുങ്ങളെ, ലീഫ് കളർ ചാർട്ട് മുതലാണ് ഇനി നമ്മൾ വായിക്കാനുള്ളത്. എന്താണ് ലീഫ് കളർ ചാർട്ട്? നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരെ ടെസ്റ്റ് ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. ഇതുപോലൊരു പടം നിങ്ങളുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ എടുക്കണേ കേട്ടോ. അതായത് പേജ് നമ്പർ 110 ലീഫ് കളർ ചാർട്ട് എന്നും പറഞ്ഞാണ്ട് ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? അതാണ്ട് ഈ ഒരു പടം നിങ്ങൾക്കുണ്ടല്ലോ, നോക്കിക്കേ. ധാന്യവിളകളിൽ നൈട്രജൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഇത്. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണ ചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കുന്നു. ഇളം പച്ച നിറം നൈട്രജൻ്റെ കുറവ് സൂചിപ്പിക്കുന്നു, കടും പച്ച നിറം നൈട്രജൻ്റെ അളവ് ആവശ്യത്തിനുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. എന്താ നിങ്ങളെ ലീഫ് കളർ ചാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? നാളെ ഇംഗ്ലീഷ് മീഡിയക്കാർ ആ ബോക്സിൽ നല്ലതുപോലെ അങ്ങ് പഠിക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, ധാന്യവിളകൾ നമ്മൾ എന്താണോ നടുന്നത് ആ വിളയിൽ നൈട്രജൻ്റെ ലഭ്യത കേട്ടോ, നൈട്രജൻ്റെ അളവ്, ലഭ്യത എന്ന് പറയാൻ അറിയത്തില്ല, അതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗമാണ് ലീഫ് കളർ ചാർട്ട്. നമുക്ക് ഇലയിൽ വെച്ച് നോക്കുമ്പോൾ അറിയാം, ഇലയിൽ നൈട്രജൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാവും നിങ്ങളെ ലീഫ് കളർ ചാർട്ട്. ഇത് ചെടികളുടെ ഇലയുടെ നിറം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. എന്താ, നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഇളം പച്ച നിറമാണ് നൈട്രജൻ കുറവ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പച്ച കളർ അങ്ങ് മാറും, ഒരുമാതിരി മഞ്ഞ പച്ച കളർ മാറുമ്പോൾ എന്താ നിങ്ങളെ, ലൈറ്റ് മഞ്ഞ കളറിലോട്ട് ഇതങ്ങ് മാറും അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തോ ഓർത്തോണം, നൈട്രജൻ്റെ അളവ് കുറവാണെന്ന് ഓർത്തോണം. എന്നാലോ കടും പച്ച നിറം, നമ്മൾ ഈ ചില ഇലയിലൊക്കെ നോക്കുമ്പോൾ കണ്ടില്ലേ, മുല്ലയുടെ ഇലയൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളെ, തട്ടുമുല്ലയുടെ ഒക്കെ ഇല നല്ല കട്ടും പച്ച നിറം അല്ലേ. ആ പച്ച നിറം നൈട്രജൻ്റെ അളവ് ആവശ്യത്തിനുണ്ട് എന്ന് നമുക്ക് സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? ഒരു ഇല നിങ്ങളിപ്പം നമ്മുടെ വീടിൻ്റെ വെളിയിൽ നിൽക്കുന്ന ഇല നാളെ പോയി ഒന്ന് നോക്കണേ, രാവിലെ നോക്കുമ്പോൾ എന്താ, നോക്കുമ്പോൾ അത് നല്ല പച്ച നിറത്തിലാണ് കേട്ടോ കാണുന്നതെങ്കിൽ അതിനകത്തിൽ നൈട്രജൻ്റെ അളവ് നല്ലതുപോലെ ഉണ്ട്. എന്നാൽ പച്ച കളർ മാറി ഒരുമാതിരി മഞ്ഞ കളറിലോട്ടാണ് മാറുന്നതെങ്കിൽ എന്താ, അവിടെ നൈട്രജൻ്റെ അളവ് ഇല്ല, കുറവാണ് എന്ന് ഓർത്തോണമെന്ന്. ഇപ്പം മനസ്സിലായോ? ഇനി നോക്കിയേ, കൊടുക്കും തോറും ഏറിടും. അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നൊക്കെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന മൂലകങ്ങളെല്ലാം വിവിധ രൂപത്തിൽ അവയെ ആഹാരമാക്കുന്ന നമുക്കും ലഭിക്കുമല്ലോ. അതുപോലെ ഭക്ഷ്യയോഗ്യമായ 100 ഗ്രാം പച്ചക്കറിയിൽ അടങ്ങിയിട്ടുള്ള വിവിധ പോഷകങ്ങളുടെ അളവ് സംബന്ധിച്ച ഒരു പഠനത്തിൽ നിന്നുള്ള വിവര പട്ടിക നമുക്ക് താഴെ തന്നിട്ടുണ്ട്. പട്ടികയും വിവരവും പരിശോധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നാടൻ പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നും നമ്മുടെ ടെസ്റ്റിലാണ്ടാവും നിങ്ങൾ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ചേമ്പിലക്കകത്തിൽ എത്ര പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അല്ലേ, അതുപോലെ തന്നെ കറിവേപ്പിലക്കകത്തിൽ പ്രോട്ടീൻ എത്ര അടങ്ങിയിട്ടുണ്ട്, മുരിങ്ങയില, മധുരച്ചീര, കാബേജ്, ബീറ്റ്റൂട്ട്, കോളി
കോളിഫ്ലവർ, ഇതിനകത്തിലൊക്കെ പ്രോട്ടീൻ എത്ര, ഫൈബർ എത്ര, അന്നജം അല്ലേ, കാർബോഹൈഡ്രേറ്റ്സ് എത്ര, കാൽസ്യം എത്ര, ഇരുമ്പ് അയൺ എത്ര, കരോട്ടിൻ അല്ലേ, ജീവകം സി എത്ര, അത് വിറ്റാമിൻ അല്ലേ, ഇതൊക്കെ എത്രയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നെല്ലാം നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാതെ പഠിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇതെങ്ങനെ പഠിക്കും? ചിലപ്പോൾ പരീക്ഷയ്ക്ക് കറിവേപ്പിലയ്ക്കകത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യും? അറിയത്തില്ലെന്ന് പറയില്ലയോ? കാരണം ഈ ബോക്സ് നമുക്ക് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും കാര്യം കേട്ടോ. അല്ലാതെ ഇത് പഠിക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? ഇവിടെ നമുക്ക് ഒന്ന് ചിന്തിക്കാം, ഏറ്റവും കൂടുതൽ എത്ര, ഏറ്റവും കുറവ് എത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ? ഇല്ലേ കുഞ്ഞുങ്ങളെ? പ്രോട്ടീൻ്റെ അളവ് ഏറ്റവും കൂടുതൽ ഇവിടെ നോക്കുകയും മധുരച്ചീരക്കകത്തിലാണെന്ന് നമുക്ക് വേണേൽ പഠിച്ച് വെക്കാം അല്ലേ? അങ്ങനെ പഠിച്ചുകൂടായോ? പ്രോട്ടീൻ്റെ അളവ് ഏറ്റവും കൂടുതൽ മധുരച്ചീരക്കകത്തിലാണ്, ഏറ്റവും കുറവോ നോക്കിയേ ബീറ്റ്റൂട്ടിനകത്തിലാണ് പ്രോട്ടീൻ്റെ അളവ് ഏറ്റവും കുറവ്. അതുപോലെ നാര്, ഫൈബർ ഏറ്റവും കൂടുതൽ അടങ്ങിയ നോക്കിയേ ചേമ്പിലക്കകത്തിലാണ്, ഏറ്റവും കുറവോ 0.9 മുരിങ്ങയിലക്കകത്തിലും ബീറ്റ്റൂട്ടിനകത്തിലും ഒക്കെ ഏറ്റവും കുറവ് ഫൈബറാണ്. ഇനി അന്നജം അല്ലേ, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ എന്തോത്തിനകത്തിലാന്ന് നോക്കിയേ 18.7, അതും കറിവേപ്പിലക്കകത്തിലാണ് കേട്ടോ. കറിവേപ്പില. അങ്ങനെ ഏറ്റവും കൂടുതലും കുറവും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് ബുക്കിലോട്ടൊന്ന് എഴുതി വെക്കുക കേട്ടോ. അല്ലാതെ നമ്മളെ കൊണ്ട് ഇത് മൊത്തം ഇങ്ങനെയൊന്നും പഠിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന്? ഇപ്പോൾ ഓരോന്നിൻ്റെയും ഏറ്റവും കൂടുതൽ എത്ര, ഏറ്റവും കുറവ് എത്ര എന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി അടുത്ത് അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കേ, നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയായിരിക്കും. ഇനി നാടൻ ഇനങ്ങൾ നമ്മുടെ അയ്യത്തൊക്കെ നിൽക്കുന്ന സാധാ ഓരോന്നൊക്കെ കിളിച്ച് നിൽക്കത്തില്ലേ, അവ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ സ്വാഭാവികമായും പ്രതിരോധം ആർജിച്ചിരിക്കുന്നതിനാൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാം. പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും ഗുണകരമാണ്. വളങ്ങളും വളരെ കുറച്ചു മാത്രം മതി എന്നതിനാൽ ചിലവും ഇവിടെ കുറയ്ക്കാം. നമ്മൾ ഈ ചീര ഉണ്ടല്ലോ, ഇവിടെ എന്താ കറിവേപ്പില, ഈ മധുരച്ചീര എന്നുദ്ദേശിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ഇവിടെ ഓരോ നാട്ടിൽ നമ്മളതിനെ ഓരോ പേരാ വിളിക്കുന്നത്. സുക്രുമാനും കേട്ടോ, ഏതാണ്ടൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. അപ്പം അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന ഒന്നുമല്ല, അയ്യത്ത് കിളിക്കുന്നതാവും ഞങ്ങളെ. അപ്പം അതിനെ നോക്കി നാടൻ ഇനങ്ങൾ എന്ന് പറഞ്ഞൊരു ലോക്കൽ വെറൈറ്റീസ് എന്ന് പറയുന്നതാവും ഞങ്ങളെ, നാച്ചുറലി വെൽ സ്യൂട്ടഡ് ടു ദ ലോക്കൽ എൻവയോൺമെൻറ്റ് സിൻസ് they have inherent resistance to pests and diseases. The use of a pesticide can be minimized by supporting local pollinators and beneficial insects. They help maintaining ecological balance. As these crops required minimal fertilizers and pesticides, cultivation's cost can also be reduced. ഇതെന്തോ മനസ്സിലായോ? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നാടൻ ഇനങ്ങൾ നമ്മുടെ പ്രാദേശിക പരിസ്ഥിതിയോട് എപ്പോഴും ഇണങ്ങി വളർന്നവയായിരിക്കും. നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് കാറ്റായ കാറ്റ്, വെയിലായ വെയിൽ, ചൂടായ ചൂട്, അങ്ങനെയൊക്കെ നമ്മുടെ പ്രകൃതിയുമായിട്ടും ഇണങ്ങി ചേർന്നതായിരിക്കും ഈ നാടൻ ഇനങ്ങൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ സ്വാഭാവികമായും പ്രതിരോധം ആർജിച്ചിരിക്കുന്നതിനാൽ കീടനാശിനികളുടെ ഉപയോഗവും കുറയ്ക്കാം. അതിൻ്റെ ഉപയോഗവും കുറയ്ക്കാം. പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ, പരാഗണം നടത്തുകയുള്ള പൊളിനേഷൻ നടത്തുന്ന ആ പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഇത് ഗുണകരമാണ്. പിന്നോ ഇതിന് വളങ്ങളും വളരെ കുറച്ചു മാത്രം മതി എന്നതിനാൽ ഇതിൻ്റെ ചിലവും കുറയ്ക്കാം എന്നാണ്. അപ്പം ഇത് ചോദ്യം എന്താ നിങ്ങളെ, നാടൻ ഇനങ്ങളെ കുറിച്ചാണ്, ലോക്കൽ വെറൈറ്റീസ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണത് കേട്ടോ. ഒരു 4 പോയിൻ്റായിട്ടാണ്. അതിൻ്റെ മലയാളമുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷുമുണ്ട്. ഇനി വീട്ടുവളപ്പിൽ ഇത്തരം നാടൻ പച്ചക്കറികൾ വളർത്താൻ കഴിയുമല്ലോ. അടുക്കളത്തോട്ടത്തിൽ നിന്നും പോഷകത്തോട്ടത്തിലേക്കുള്ള മാറ്റത്തെ ഇത്തരം നാടൻ ഇനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. സ്കൂൾ അങ്കണത്തിൽ ഇത്തരം ഒരു പോഷകത്തോട്ടം നിർമ്മിച്ച് അനുഭവങ്ങൾ എഴുതൂ. മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ. മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴേ മെച്ചപ്പെട്ട വിളവ് ലഭിക്കുകയുള്ളൂ.
നല്ല ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴേ മെച്ചപ്പെട്ട വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മെച്ചപ്പെട്ട ഇനം നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ നിങ്ങളെ? ബഡ്ഡിങ്, ലെയറിങ് ഒക്കെ ഓർമ്മയുണ്ടോ? അതായത് ചോദ്യം നോക്കണേ, അതിൻ്റെ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഫോർ ബെറ്റർ ഈൽഡ് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ. എങ്ങനെയൊക്കെയാണ് നല്ല വിത്തുകളും നല്ല ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എങ്ങനെ മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ എങ്ങനെയൊക്കെയാണ്? ഒരു 6 എണ്ണത്തിൻ്റെ പേരുണ്ട്. ഗ്രാഫ്റ്റിങ് കേട്ടിട്ടുണ്ടോ? കൊമ്പൊട്ടിക്കൽ, ബഡ്ഡിങ് മുകുളമൊട്ടിക്കൽ, ലെയറിങ് ഉണ്ട് കേട്ടോ. ലെയറിങ് എന്ന് വെച്ചാൽ പതിവയ്ക്കൽ എന്നാണ് അതിൻ്റെ മലയാളം. വർഗസങ്കരണം ഉണ്ട്, വർഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ, GM വിള എന്നിങ്ങനെ 6 എണ്ണം തന്നിട്ടുണ്ട്. നമുക്ക് മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ എന്തെല്ലാമാണ്? ഫോർ ബെറ്റർ ഈൽഡ് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. അതിൻ്റെ പടം ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഓരോന്നും എന്തൊക്കെയാണെന്ന്. ഗ്രാഫ്റ്റിംഗ് എന്താണ് കേട്ടോ, ബഡ്ഡിങ് എന്താണ്, ലെയറിങ് എന്താണ്, വർഗസങ്കരണം എന്താണ്, ടിഷ്യൂ കൾച്ചർ എന്താണ്, GM വിള എന്താണ്, ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ അവർ പറയുന്നുണ്ട്. എന്താ, ഇതിനെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കി എഴുതാമെന്ന് കുഞ്ഞുങ്ങൾ. നമ്മൾ അതിൻ്റെ ഒറ്റ വരിയെ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. കാരണം ഇത് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വർഷം ഇത് പഠിച്ചതാണ്. എന്താണ് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ? ഗ്രാഫ്റ്റിംഗ് ഈസ് എന്താണ് ഹോർട്ടിക്കൾച്ചറൽ ടെക്നിക്ക് where part of 2 different plants are joined together to create a single plant. മനസ്സിലായോ നിങ്ങൾ? നമ്മൾ എന്താ ഒരു 2 വ്യത്യസ്ത സസ്യങ്ങളുടെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ ചെടി സൃഷ്ടിക്കുന്ന ഒരു പൂന്തോട്ട പരിപാലന സാങ്കേതികതയാണ്. അല്ലെ, ഇത് വേണ്ട, സൃഷ്ടിക്കുന്ന രീതിയാണെന്നാലും മതി. 2 വ്യത്യസ്ത സസ്യങ്ങളുടെ ഭാഗങ്ങൾ നമ്മളിപ്പോൾ ഈ ഇപ്പം എല്ലായിടും ഉള്ളതാണ്. ഈ എന്താ ഉണ്ടാവും നിങ്ങളെ കടലാസ് റോസ എന്നൊക്കെ പറയത്തില്ലേ? ബോഗൺ വില്ല അല്ലേ, ബോഗൺവില്ല എന്നൊക്കെ പറയില്ലേ സിനിമയുടെ അകത്തില്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ ചുവപ്പ് കമ്പും മഞ്ഞ കമ്പും കൂടെ വെച്ചാൽ അതിൻ്റെ പൂ വേറെ ഏതെങ്കിലും ഒരു കളറിലെ പൂവായിരിക്കും. മനസ്സിലായോ? അതായത് നോക്കിക്കേ, നമ്മൾ സ്റ്റോക്കി താഴെയുള്ള കമ്പും മേളിലത്തെ ഈ നമ്മൾ വെക്കുന്നതിനെ നമ്മൾ സയോൺ എന്നാണ്. കഴിഞ്ഞ വർഷം ഇതൊക്കെ പഠിച്ചതാണ്. ഇതൊക്കെ ഞാൻ റഫായിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് ആ മറ്റേ കമ്പ്, അതായത് വേറെ 2 കമ്പാണ്, ഇതിപ്പോൾ മഞ്ഞയുടെയോ ഇത് ചുവപ്പിൻ്റെയോ എങ്കിലും അതിൻ്റെ 2 കമ്പും കൂടി ചേർത്താണ്ട് ഇതൊരു മുറിച്ച് വെച്ച ഭാഗത്തോട്ട് ഇത് കയറ്റി വെച്ചിട്ട് കിളിച്ചുണ്ടാകുന്ന വേറൊരു പൂവായിരിക്കും. അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? 2 വ്യത്യസ്ത സസ്യങ്ങളുടെ ഭാഗങ്ങൾ, ഇപ്പം അല്ലേ, തെറ്റിയുണ്ട്, ചെമ്പരത്തിയുണ്ട്, റോസയുണ്ട്, എല്ലാം നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. 2 വ്യത്യസ്ത സസ്യങ്ങളുടെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരൊറ്റ ചെടി സൃഷ്ടിക്കുന്ന രീതിയെയാണ്, ഇനി ഇത് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെടി സൃഷ്ടിക്കുന്ന രീതിയാവും നിങ്ങളെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒറ്റ വരിയേ ഉള്ളൂ എഴുതിയിട്ടുള്ളൂ. ഇത് എഴുതാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഒരു വരിയിൽ അങ്ങ് ചുരുക്കി എഴുതുക, പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി കേട്ടോ. ഇനി രണ്ടാമത് അവർ പറഞ്ഞു എന്താണ് ഈ ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളമുട്ടിക്കൽ എന്ന് വെച്ചാൽ. ബഡ്ഡിങ് ഈസ് ദീസ് ടെക്നിക്ക് എ ബഡ് ഫ്രം വൺ പ്ലാന്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു അനദർ പ്ലാന്റ്. നമ്മളൊരു പ്ലാന്റ് നിൽക്കുമ്പോഴേ, എല്ലാം പടം കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഒരു ക്ലൂ എഴുതി വെച്ചതാണ്. ഒരു പ്ലാന്റ് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി ഭാഗം നമ്മൾ ഇവിടെ ഇച്ചിരിയും ചെത്തി മാറ്റിയിട്ട് വേറൊരു പ്ലാന്റിൻ്റെ എന്ത് ചെയ്യുക, മുകുളം ഒരു ഇച്ചിരി ഭാഗം കൊണ്ടുവന്ന് അവിടെ ഒട്ടിച്ച് വെക്കുക. ഒരു ചെടിയിൽ നിന്നുള്ള ഒരു മുകുളം മറ്റൊരു ചെടിയിൽ ചേർത്ത് വെക്കുന്നതാണ് ബഡ്ഡിങ് ഈസ് എന്ന് വെച്ചാൽ. അതായത് വൺ പ്ലാന്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു അനദർ പ്ലാന്റ്. ഒറ്റ വരിയിൽ ചുരുക്കി എഴുതിയത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കേട്ടോ. അല്ലാതാണെങ്കിൽ ബഡ്ഡിങ് എന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഒരു പേജ് നിറച്ച് എഴുതാനുണ്ട്, ബഡ്ഡിങ്ങും ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും, ഓർമ്മയുണ്ടോ? അപ്പം ചുരുക്കി ഒരു വരിയിൽ അങ്ങ് എഴുതിയതായത് കേട്ടോ. സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ. ഗ്രാഫ്റ്റിംഗ് എന്താണ്, ബഡ്ഡിങ് എന്താണ്. ഇനി അടുത്ത ലെയറിങ് എന്നാൽ എന്താണ്? ലെയറിങ് എന്ന് വെച്ചാൽ പതിവയ്ക്കൽ. അത് ഓർമ്മയുണ്ടോ? ഒരു മരത്തിൻ്റെ ചില്ലയിൽ കുറച്ച് കമ്പ് മുറിച്ചിട്ട് അവിടെ ഇങ്ങനെ എന്ത് ചെയ്യുക, വെർ കട്ടിങ് ആർ മെയ്ഡ് to form
അഡ്വൻറ്റീഷ്യസ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം. വൈൽ ദ കട്ടിങ് ഈസ് സ്റ്റിൽ അറ്റാച്ച്ഡ് ടു ദ മദർ പ്ലാന്റ്. വെട്ടിയെടുത്ത് മാതൃസസ്യത്തോട് ചേർത്ത് വെക്കുമ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്യുന്നു, വേരുകൾ രൂപപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തന്നെ നമ്മൾ വേറെ ഒരു കമ്പോ എന്തെങ്കിലും ഇവിടെ തന്നെ കൊണ്ടുവെക്കുമ്പോൾ അവിടെ തന്നെ അങ്ങ് വേര് കിളിക്കും. മനസ്സിലായോ? നമ്മൾ ഇവിടെ മുറിച്ച ഭാഗത്ത് തന്നെ വേരുകൾ ഉണ്ടാകുമ്പം നമ്മൾ അവിടെ വെച്ച് മുറിച്ചിട്ട് ആ വേര് കൊണ്ട് നടും. എന്നുവെച്ചാൽ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് നടും. അപ്പോൾ അതിനെ നമ്മൾ ലെയറിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പാഠം നിങ്ങൾ ചുമ്മാതായാലും ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അല്ല, ഇത് ഇവിടെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് ഈ മുകളിലത്തെ ഭാഗം ഇതിനകത്തിലോട്ട് എടുത്ത് വെക്കുമ്പോൾ, ചേർത്ത് വെക്കുമ്പോൾ അല്ലേ, രണ്ട് വ്യത്യസ്ത സസ്യങ്ങളുടെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ ചെടിയായിട്ട് സൃഷ്ടിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരം അല്ലെങ്കിൽ ഒരു മരം എന്ന് വെച്ചാൽ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു ഇച്ചിരി ശകലം ഇങ്ങനെ ചെത്തി മാറ്റിയിട്ട് അവിടെ വേറൊരു മുകുളം കൊണ്ടുവന്ന് ഒട്ടിക്കുന്നതിനെയാണ് ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. ലെയറിങ് എന്ന് വെച്ചാലോ ഒരു പ്ലാന്റ്സിൻ്റെ അടി ഇങ്ങോട്ടൊരു ഒരു ചെറിയ ചില്ല അല്ലെ പാർട്ട് അതിൻ്റെ ഇത്രയും കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ വേറൊരു കമ്പ് കൊണ്ടുവന്ന് വെക്കും അല്ലേ. എന്നിട്ടത് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, 2-3 ദിവസം കഴിയുമ്പോൾ അവിടെ കൊണ്ടങ്ങ് വെച്ചാൽ പോരാ, അതിനെന്ത് ചെയ്യണം, വേണ്ടുന്ന കാര്യങ്ങൾ വെള്ളവും ഒഴിച്ച് അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് നിങ്ങൾ. വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്തിൽ മണ്ണും ഓരോന്നൊക്കെ ഇച്ചിരി കിളിക്കാനുള്ള ഇച്ചിരി ചകിരിച്ചോറും ഒക്കെ വെച്ച് അവിടെ വെച്ച് കെട്ടി 2-3 ദിവസം കഴിയുമ്പോൾ അതിലെ വേര് കിളിച്ച് വരുന്നു. ആ കിളിച്ച് വരുമ്പോൾ അവിടെ വെച്ച് മുറിച്ചിട്ട് അത് കൊണ്ടുപോയി നടുന്നതാണ് ലെയറിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിനി അഥവാ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ 1ാമത്തെ പാഠമാണെന്ന് തോന്നുന്നു, ഇതിനെക്കുറിച്ചുണ്ട്. വേണമെങ്കിൽ ഒരുപാട് നോട്ട് വേണ്ടുന്നവർക്ക്, വേണ്ടാന്നായിരിക്കും ഇപ്പോൾ പറയാൻ വരുന്നത്, വേണ്ടുന്നവർക്ക് അതെടുത്ത് പഠിക്കാം കേട്ടോ, ലെയറിങ്. അപ്പം ഓക്കെ ആണല്ലോ. ഇനി ഈ പാഠത്തിൽ അവർ പ്രധാനപ്പെട്ടായിട്ട് പറയുന്നത് GM വിളകളെ കുറിച്ചാണ്. ഞങ്ങളെ GM വിളകൾ കണ്ടേ, ഒരു കൊച്ചിരുന്ന് ആലോചിക്കുന്നതായിട്ടുണ്ട്. പല പോഷക ഘടകങ്ങൾ അടങ്ങിയ അരി തരുന്ന നെൽച്ചെടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും, അതെങ്ങനെ സാധിക്കും എന്നൊരു കൊച്ചു തണ്ടിരുന്ന് ആലോചിക്കുന്നതായിട്ടുണ്ട്. പല പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന അരിക്കകത്തിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് അടങ്ങിയെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെ പല പോഷക ഘടകങ്ങൾ അടങ്ങിയ അരി തരുന്ന നെൽച്ചെടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ആ കൊച്ചു ആലോചിക്കുക. നിങ്ങൾക്ക് ഈ അഭിപ്രായമുണ്ടോ? നോക്കിക്കേ, GM വിളകൾ എന്താ നിങ്ങളെ, GM വിളകൾ. ഇപ്പം അരി തന്നെ നമ്മൾ എടുക്കുമോ നിങ്ങളെ, ഏതൊക്കെ തരത്തിലുള്ള അരിയുണ്ടല്ലേ, ചുവന്ന അരി അല്ലേ, മഞ്ഞയരി, വെള്ളയരി ഇല്ലേ, പിന്നെന്താ അത് മൂന്ന് തരത്തിലുള്ള അരി അല്ലേ. ഈ ചുമപ്പ് തന്നെ ഏതൊക്കെ ഇതിലുണ്ട് അല്ലേ, പേരൊക്കെ ഒത്തിരി ഉണ്ടല്ലേ. അതുപോലെ ജനിതക എൻജിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വിറ്റാമിൻ A ധാരാളം അടങ്ങിയ നെല്ലിനങ്ങൾ എന്നിവ ഇത്തരം വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താ നിങ്ങളെ GM വിളകൾ എന്നാൽ എന്താണ്? ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാം കേട്ടോ. ഈ GM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന്റെ ഷോർട്ട് ഫോം ആണ് GM എന്ന് കേട്ടോ. ഇൻ ക്രോപ്സ് ന്യൂ ട്രൈറ്റ്സ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ ആൾട്ടറിങ് ഇറ്റ്സ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ത്രൂ ജനറ്റിക് എൻജിനീയറിംഗ്. ചിലപ്പോൾ അത് 2 മാർക്കിന് എന്താണ് ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണേ. നിങ്ങൾ എല്ലാത്തിൻ്റെയും കുറേശ്ശെ നോട്ടേ ഞാൻ തരുന്നുള്ളൂ, കുറച്ച്. ഇപ്പം എന്താണ് ജനറ്റിക് എൻജിനീയറിംഗ് നോക്കി ഒറ്റ വരിയേ ഉള്ളൂ. ഇനി അതിന് ഉദാഹരണം നോക്കിയേ, കോട്ടൺ പ്ലാന്റ് ദാറ്റ് റെസിസ്റ്റ് പെസ്റ്റ് അറ്റാക്ക് എന്ന് വെച്ചാൽ ജനിതക എൻജിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, കോട്ടൺ പ്ലാന്റ്സ് ദാറ്റ് റെസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്തോ നിങ്ങളെ ചെറുക്കുക എന്നല്ലേ, പെസ്റ്റ് അറ്റാക്ക്. പിന്നോ കളനാശിനിയെ പ്രതിരോധിക്കുന്ന സോയാബീൻ അറിയത്തില്ലയോ, സോയാബീൻ ദാറ്റ് റെസിസ്റ്റ് വീഡിസൈഡ് എന്നാട്ടോ, കളനാശിനി, കളകളില്ലേ, വീഡിസൈഡ്സ് എന്നാ കേട്ടോ, കളനാശിനിയെ പ്രതിരോധിക്കുന്ന സോയാബീന്. റൈസ് വെറൈറ്റീസ് ദാറ്റ് കണ്ടെയ്ൻ വിറ്റാമിൻ A ധാരാളം അടങ്ങിയ നെല്ലിനങ്ങൾ എന്നിവയൊക്കെ ഇതിന്. അപ്പം GM വിളകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വലുതായിട്ട് തോന്നുന്നത് ഇംഗ്ലീഷും മലയാളം കൂടി എഴുതിയിട്ടുണ്ടാവും. നിങ്ങളെ ഇംഗ്ലീഷുകാർ മാത്രം ഇത് എഴുതുമെങ്കിൽ രണ്ട് ഇത്രയേ ഉള്ളൂ, മലയാളം ആണെങ്കിൽ രണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. വലുതായിട്ട് തോന്നുന്നത് രണ്ടും കൂടി എഴുതിയത് കൊണ്ടാണ്. അടുത്ത അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങളെ, ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചുണ്ട്. എന്താണ്
ഈ ടിഷ്യൂ കൾച്ചർ? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ നിന്നാണ്ട് പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഒരു കുപ്പിക്കകത്തിൽ കണ്ടോ ഒരുപാട് ചെടിയല്ല, ഒരു പ്ലാന്റിന് തന്നെ ഒരുപാട് ഇത് വെച്ചേക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം അതാ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്നും, നോക്കണേ കുഞ്ഞുങ്ങളെ, ഏതാണോ എടുക്കുന്നത് അതിൻ്റെ സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്നും അതിൻ്റെ കലകളെ വേർതിരിച്ച് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് നമ്മൾ ഈ തൈച്ചെടികൾ ഉണ്ടാക്കുന്നത്. ടിഷ്യൂ കൾച്ചർ എന്നാൽ എന്തെന്ന് പറഞ്ഞാൽ ഇത് മാത്രം എഴുതിയാൽ മതി. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്നും അതിൻ്റെ കലകളെ വേർതിരിച്ച് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് ഈ തൈച്ചെടികളെ ഉണ്ടാക്കുന്നത്. ദ ടെക്നിക്ക് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഹാവിങ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ parent plants. Tissue separated from the suitable of a plant all grown in special nutrient. പിന്നെ ഇത് മീഡിയം ടു പ്രൊഡ്യൂസ് സാപ്ലിങ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ടിഷ്യൂ കൾച്ചർ എഴുതാൻ പറ്റുമല്ലോ. ഈ ഒരു വരി ആയെങ്കിലും കേട്ടോ, ഫസ്റ്റ് വരിയെങ്കിലും പഠിക്കണേ ടിഷ്യൂ കൾച്ചർ. ഇനി നോക്കിയേ, മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവ സവിശേഷതയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, ലെയറിങ്, ടിഷ്യൂ കൾച്ചർ എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെല്ലാം പഠിച്ചായിരുന്നു? ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, ലെയറിങ്, ടിഷ്യൂ കൾച്ചർ, അതുപോലെ ജെഎം വിളകളെക്കുറിച്ചും അല്ലേ, GM വിളകളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവ സവിശേഷതകളുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ഈ പറയുന്നത് അല്ലേ. അല്പം പരിശീലനം നേടിയാൽ ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, ലെയറിങ് എന്നിവ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണെന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ കുറെ കൂടി മികച്ച സാങ്കേതിക പരിജ്ഞാനവും പരിശീലനവും ആവശ്യമാണ്. ഈ ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ. പക്ഷേ എന്താണെന്നറിയോ, ടിഷ്യൂ കൾച്ചർ ചെയ്യണമെങ്കിൽ നല്ലതുപോലെ അതിനെക്കുറിച്ച് ഒരു പരിജ്ഞാനം വേണമെന്നാണ് പറയുന്നത്. ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ പറയണമെന്ന് പറയുന്നുണ്ട്. ഈ JM വിളകൾക്ക് ഒട്ടേറെ ഗുണവിശേഷങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ JM വിളകളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ. എന്നാവും നിങ്ങളെ ഞാൻ എപ്പോഴും പറഞ്ഞത് G ആണ് കേട്ടോ. GM ആണെന്ന് വെച്ചാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ് കേട്ടോ. ജനറ്റിക്കലി മോഡിഫൈഡ് ഞാൻ എപ്പോഴും JJ എന്ന് പറയുന്നത് GM ആണ് കേട്ടോ. ഈ GM വിളകൾക്ക് ഒട്ടേറെ ഗുണവിശേഷങ്ങളുണ്ട്. പക്ഷേ അവ തദ്ദേശീയ ഇനങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ടെന്ന അഭിപ്രായവുമുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധരുമായി ഒരു അഭിമുഖം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാനും പറയുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ അവരുടെ അടുത്ത് പോയി എന്തോ പറയാനല്ലേ. ജലവിനിയോഗം അടുത്താവും ഞങ്ങളെ, ജലവിനിയോഗം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? കൃഷി ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഉള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ എങ്ങനെയൊക്കെ കൃഷി ചെയ്യും അല്ലേ. കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചായിരുന്നു ആദ്യം പഠിച്ചത്. പിന്നെ നമ്മൾ വളങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള വളങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്, ഏറ്റവും മണ്ണിനാവശ്യമുള്ള ചെറിയ മൂലകങ്ങളുള്ള അല്ലേ, ചെറിയ തരം മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങളുണ്ട്, കൂടുതൽ ഇതടങ്ങിയ വളങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കുറേ പഠിച്ചു. പിന്നെ നടീൽ വസ്തുക്കൾ ഏതൊക്കെയാണെന്നും നമ്മളിപ്പോൾ കുറേ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഈ വെള്ളത്തിനെ കുറിച്ചാവും നിങ്ങളെ, ജലവിനിയോഗം. നമ്മൾ ഈ എന്തെങ്കിലും നടുമ്പോഴേ അതിന് ആവശ്യത്തിനുള്ള വെള്ളം വേണ്ടേ അല്ലേ. 2 കർഷകർ അതിനെക്കുറിച്ച് സംഭാഷണമാണ് അടുത്തത് പറയുന്നത്. നിങ്ങൾ പച്ചക്കറി അയ്യോ ഇപ്പം നാക്കൂരി പോയി എൻ്റെ. നിങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ മതിയാക്കിയോ? കണ്ടോ, ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്. ടൊവിനോയുടെ കൂട്ട് ആരാ അത്? അപ്പോൾ ചിലപ്പോൾ തോരാത്ത മഴ, ചിലപ്പോൾ തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വരൾച്ച, എന്ത് ചെയ്യും?
നിങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ അങ്ങ് മതിയാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ എന്താ, ഒന്നും പറയണ്ട, ചിലപ്പോഴാണെങ്കിൽ എന്താ തോരാത്ത മഴ, ചിലപ്പോഴോ ഒരു തുള്ളി വെള്ളം കിട്ടാനുമില്ല, പിന്നെ എന്തോ നടാനാ, ഇല്ലയോ? നമ്മുടെ നാട്ടിലെ രീതി വെച്ച് അങ്ങനെയല്ലേ പറയുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ എന്നാണ് കുഞ്ഞുങ്ങളെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റും എന്നതാണ്. നോക്കുകയെ, അതിനൊന്നാമത്തെ ഉള്ളതാണ് ഹരിതഗൃഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ, ഹരിതഗൃഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇത്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഏതാ, ഹരിത ഗൃഹം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്, നൈലോണ്, പോളി എഥിലിൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കാം എന്നതും ഇതിലൂടെ കഴിയും. നമ്മുടെ ടെസ്റ്റിനകത്തിലുണ്ട് കുഞ്ഞുങ്ങളുടെ ഹരിതഗൃഹം എന്ന് പറയുന്ന ഗ്രീൻ ഹൗസ്. കണ്ടോ, ഇതെന്താ, മഴക്കാലത്തും നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്തിൽ ഇപ്പോൾ മഴ പെയ്താലും അല്ലേ, നല്ലപോലെ വെയിലടിച്ചാലും ഒക്കെ നോക്കി ഇതിനകത്ത് കൃഷിക്കൊന്നും വലുതായിട്ട് നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ്, ഇല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം നോക്കിക്കേ, ഫസ്റ്റ് ദീസ് സെറ്റപ്പ് ഹെൽപ്പ് ടു കൾട്ടിവേറ്റ് ബോത്ത് ഇൻ റെയിനി സീസൺ ആൻഡ് സമ്മർ സീസണിലേക്ക്. അതിപ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താ, കൃഷി ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് കുഞ്ഞുങ്ങളെ എന്താ, ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഹരിതഗൃഹം. എന്നാലോ, ഗ്രീൻ ഹൗസ് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ഷീറ്റ് ഓഫ് പ്ലാസ്റ്റിക്, നൈലോണ്, പോളി എഥിലിൻ. ഈ ഇച്ചിരി ഇങ്ങോട്ട് ടൈപ്പ് ചെയ്തേട്ടെ, എഥിലിൻ കേട്ടോ. ഇവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാത്തിൻ്റെയും. പിന്നെ പെസ്റ്റ് അറ്റാക്ക് ആൾസോ ക്യാൻ ബി, ഇവിടെ 2 ആൾസോ വന്നിട്ടുണ്ട്. റെഡ്യൂസ്ഡ് ബൈ ദീസ് മെത്തേഡ് ആസ് ഓൾ ദി സൈഡ് ആർ കവേഡ്. എന്താ നിങ്ങളെ, ഇവിടെ എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കാനും ഇതിലൂടെ കഴിയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. എന്താണ് ഹരിതഗൃഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എന്താണ്? ദീസ് സെറ്റപ്പ് ഹെൽപ്പ് ടു കൾട്ടിവേറ്റ് ബോത്ത് ഇൻ റെയിനി സീസൺ ആൻഡ് ഇൻ സമ്മർ സീസൺ. മഴക്കാലമായാലും വേനൽക്കാലമായാലും ഒരുപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് കുഞ്ഞുങ്ങളെ ഹരിതഗൃഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ഷീറ്റോ അല്ലെ പ്ലാസ്റ്റിക്കോ അല്ലെ നൈലോണോ പോളി എഥിലിനോ എന്തോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നിർമ്മിക്കാൻ പറ്റും. പിന്നോ പെസ്റ്റ് അറ്റാക്ക്, നമുക്ക് ഈ എന്താ കീടരോഗങ്ങളൊക്കെ ഉണ്ടാവില്ല. ആൾസോ റെഡ്യൂസ്ഡ് can also be reduced by these method as all the side are covered. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കാനും ഇതിലൂടെ നമുക്ക് കഴിയുമെന്ന് ഉണ്ട്. ഇംഗ്ലീഷുണ്ട്, നിങ്ങളത് അതിൻ്റെ മലയാളം അർത്ഥവും ഒക്കെയാണോ നിങ്ങളെ? ഇനി നമ്മൾ അതുപോലെ ഇപ്പം നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, നമുക്ക് ഈ ശക്തമായ മഴയും ശക്തമായ വെയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൃഷി ചെയ്യും എന്ന് പറഞ്ഞതിന് ഒരു കണ്ടുപിടുത്തമാണ് ഹരിതഗൃഹം എന്ന് പറയുന്നത് കേട്ടോ. ഇനി വെള്ളത്തെക്കുറിച്ചാവും നിങ്ങളെ ഇറിഗേഷൻ മെത്തേഡ്. എന്താണ് ജലസേചന രീതികൾ? നമ്മൾ എന്തെങ്കിലും കൊണ്ട് നട്ട് വെച്ചിട്ട് നാളെ കിളിച്ചു വാ അല്ലെ 2 ദിവസത്തിനുള്ളിൽ കിളിച്ച് വരണേ എന്ന് പറഞ്ഞാൽ കിളിക്കുമോ? എന്തെങ്കിലും നട്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പറേഷൻ ഓഫ് ദ സോയിൽ, മണ്ണ് വൃത്തിയാക്കണം. മണ്ണെല്ലാം നല്ല കറക്റ്റായിട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് സോയിങ് നമ്മൾ നടുന്നത്. നട്ടതിന് ശേഷം എന്ത് കൊടുക്കുക? അതിനാവശ്യത്തിനുള്ള മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ, വളം ഇട്ട് നല്ലതുപോലെ കൊടുക്കുക. വളം ഇട്ടതിന് ശേഷം ഇറിഗേഷൻ, വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം നല്ലതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വെള്ളം എടുത്തതിന് ശേഷം സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്കിവിടെ വെള്ളം നമ്മൾ കൊണ്ട് നട്ടാൽ പോരാ, അതിന് എന്ത് കൊടുക്കണം? വെള്ളം കൊടുക്കണം അല്ലേ? അപ്പം ഫസ്റ്റ് അവർ പല മെത്തേഡുകളും നമ്മൾ കൊണ്ട് നടുന്നതിൻ്റെ വെള്ളം ഒഴിക്കുന്ന പല രീതികളും നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ നോക്കിക്കേ, ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? തുള്ളി നന, ഡ്രിപ്പ് ഇറിഗേഷൻ. ഒന്നാമത്തെ നിങ്ങളെ തുള്ളി നന, നമ്മുടെ ടെസ്റ്റിലെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇംഗ്ലീഷ് നോക്കിയേ. ദിസ് ഈസ് ആൻ ഇറിഗേഷൻ. ഈ ഇറിഗേഷൻ എന്ന് വെച്ചാൽ ദിസ് ഈസ് ആൻ ഇറിഗേഷൻ മെത്തേഡ് യൂസിങ് പൈപ്പ് ആൻഡ് വാൽവ് ടു വാട്ടർ ദ റൂട്ട് ഇൻ ഡ്രോപ്സ്. ബൈ ഡൂയിങ് ദീസ് ലോസ് ഓഫ് വാട്ടർ ഈസ് റെഡ്യൂസ്ഡ് ടു മാക്സിമം.
Another significance of this method is that the availability of water to all plants is ensured. ഇത് നല്ലൊരു ഇതാവും നിങ്ങൾ എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ ജലത്തെ തുള്ളികളായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എന്താ, ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് മൊത്തത്തിൽ കൊണ്ടങ്ങ് ഒഴിക്കും അല്ലേ, ഇവിടെ അതിപ്പോൾ ആ ചെടി നിന്നാലും ഇല്ലേലും കൊണ്ടങ്ങ് ഒഴിച്ച് കൊടുത്തേക്കുക. പക്ഷേ ഇത് നോക്കിക്കേ, ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് ഇത്. ജലത്തെ തുള്ളികളായിട്ട് വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് ഇത്. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും നമുക്ക് കഴിയും. എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും നമുക്ക് കഴിയുമെന്ന്. എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ? ദിസ് ഈസ് ആൻ ഇറിഗേഷൻസ് മെത്തേഡ് യൂസിങ് പൈപ്പ് ആൻഡ് വാൽവ് ടു വാട്ടർ ദ റൂട്ട് ഇൻ ഡ്രോപ്സ്. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ അതുപോലെയുള്ള കുഞ്ഞുങ്ങളെ അടുത്ത വിക്ക്, WICK, വിക്ക് ഇറിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജലസേചന രീതിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ മലയാളം നോക്കില്ലേ, തിരി നന. എ മെത്തേഡ് ഓഫ് ഡയറക്റ്റ്ലി സപ്ലൈയിങ് വാട്ടർ ടു ദ റൂട്ട് ഓഫ് പ്ലാന്റ്സ് ത്രൂ എ കോട്ടൺ ക്ലോത്ത് ഫിൽറ്റർ ഫ്രം എ വാട്ടർ സോഴ്സസ് ഈസ് കാൾഡ് വിക്ക് ഇറിഗേഷൻ. ഇറ്റ് റിക്വയർസ് ലെസ് വാട്ടർ ദാൻ ഡ്രിപ്പ് ഇറിഗേഷൻ. നമ്മൾ ഈ വിളക്കിത്തിരിയൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ, വിളക്കിത്തിരി ഇച്ചിരിയുടെ കട്ടിയായിട്ട് എടുത്തിട്ട് എന്താണെന്ന് അറിയാം, ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് ഈ വിളക്കത്തിരിയുടെ കൂട്ടത്ത് നീളത്തിൽ കൊണ്ടുവന്ന് പാത്രത്തിൽ ഒരു ബക്കറ്റ് വെള്ളം ഇട്ടിട്ട് ആ തിരി നല്ലപോലെ നനച്ചിട്ട് അതിൻ്റെ ഒരറ്റം ആ വെള്ളത്തിലും ഒരറ്റം നമ്മൾ എന്താണോ നട്ട് വെച്ചിരിക്കുന്നത് അതിലും കൂടെ കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ആ തിരിയിൽ നിന്നും അങ്ങേ അറ്റത്തു നിന്ന് ഇങ്ങേ അറ്റം വരുന്ന ആ വെള്ളം മാത്രം മതി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്നും ചെടിയുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ് തിരി നന. തിരി കേൾക്കുമ്പോഴേ അറിയാം, തിരി നന കേട്ടോ. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക, അതിനകത്തിൽ നമ്മുടെ ഈ വിളക്കത്തിരിയുടെ കൂട്ടത്തെ തിരി എന്ത് ചെയ്യുക, നല്ല നീളത്തിലെടുത്തിട്ട് അതിൻ്റെ ഒരറ്റം വെള്ളത്തിൽ വിടുക, മറ്റേ അറ്റം എവിടെ കൊടുക്കുക, നമ്മൾ എന്താണോ നട്ട് വെച്ച് അതിലും കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, വെള്ളം ഓൾറെഡി അതിൽ നിന്ന് ആ തിരിയിൽ വലിച്ചെടുത്ത് ഈ ചെടിയുടെ അവിടെ കൊണ്ടുവരും. അത്രയ്ക്ക് വെള്ളം മതി. അതിനാണ് ഈ തിരി നന, വിക്ക് ഇറിഗേഷൻ കേട്ടോ. മലയാളം ഇംഗ്ലീഷും കൊണ്ട് എഴുതിയെടുക്കണേ. അടുത്തത് പുതയിടൽ എന്ന് വെച്ചാൽ മൾച്ചിങ് എന്നാണ്. മൾച്ചിങ്, ദിസ് ഈസ് ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കവറിങ് ദ സോയിൽ ഇൻ ദ ഫീൽഡ് യൂസിങ് ഡ്രൈ ലീവ്സ്, ഹേ എക്സെട്ര ടു റെഡ്യൂസ് വാട്ടർ ലോസ് ടു ദ ഇവാപറേഷൻസ്. ത്രൂ ദീസ് മെത്തേഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു റെഡ്യൂസ് ദ ഗ്രോത്ത് ഓഫ് വീഡ്സ് ആൻഡ് ടു മേക്ക് ദ സോയിൽ എൻറിച്ച്ഡ്. എന്ന് വെച്ചാൽ ഇവിടെ ബാഷ്പീകരണം നോക്കണേ നിങ്ങളെ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകളും നമ്മളിങ്ങനെ ചപ്പുചവറുകളെല്ലാം കൂടെ വാരി, അതെവിടെ ഹേന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ വൈക്കോൽ, അതങ്ങനെ അതെന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയുണ്ടോ, നമ്മൾ ഈ ചപ്പുചവറുകളെല്ലാം കൂടെ വാരി ഇടുമല്ലോ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ അങ്ങ് ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ എന്ന് പറയുന്നത്. ഇത് കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കുവാനും ഇതിലൂടെ കഴിയും എന്നാണ് മൾച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 3 മെത്തേഡ് ഇനി ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. കീട നിയന്ത്രണം അല്ലെ പെസ്റ്റ് കൺട്രോൾ. നമുക്ക് എങ്ങനെയൊക്കെ കീടങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രദേശത്തെ വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളാണ് കുഞ്ഞുങ്ങളെ പോഡ് ബോറർ എന്ന് വെച്ചാൽ കായതുരപ്പൻ എന്ന് വെച്ചാൽ ഈ പയറുവർഗ്ഗങ്ങളിലൊക്കെ ഉള്ള ഒരു സാധനം അത് കേട്ടോ. ലീഫ് റോളിങ് കാറ്റർപില്ലർ, ഇല ചുരുട്ടിപ്പുഴു, അത് ഈ വെണ്ടക്കയിലൊക്കെ വരുന്നവരാ. ഇതൊക്കെ ഏതൊക്കെ ഇതിലാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്? വെണ്ടയുണ്ടല്ലോ, ഒക്ര. ഇനി സ്റ്റെം ബോറർ എന്ന് വെച്ചാൽ ബ്രിഞ്ചാളിൽ ഉണ്ടാകുന്നുണ്ട്. തണ്ടുതുരപ്പം പുഴുവുണ്ട്, ഈ ബ്രിഞ്ചാളിൻ്റെയൊക്കെ ഇല വരെ ഇരുന്ന് തിന്ന് പോകുന്നത് കേട്ടോ. വഴുതനങ്ങയിൽ കീടങ്ങളെ നിയന്ത്രിക്കുവാൻ കർഷകർ സ്വീകരിക്കുന്ന മാർഗങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ. നമുക്ക് അടുത്ത പാർട്ടിൽ 4ാമത്തെ പാർട്ടിലിടാം. ഈ കീട നിയന്ത്രണം ഏതൊക്കെയാ 3 പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം നമ്മൾ ഇറിഗേഷനെ കുറിച്ച് പഠിച്ചതാണ്. നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട് കുഞ്ഞുങ്ങളെ. ഡ്രിപ്പ് ഇറിഗേഷൻ, തുള്ളി നന, തിരി നന എന്ന് വെച്ചാൽ വിക്ക് ഇറിഗേഷൻ കേട്ടോ. പുതയിടൽ എന്ന് വെച്ചാൽ മൾച്ചിങ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ നോട്ടാണ്ട് ഓൾറെഡി മലയാളവും ഇംഗ്ലീഷും നമ്മൾ തന്നിട്ടുണ്ട്. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. നമുക്ക് പാർട്ട് 4 ആകുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കേട്ടോ.
ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. നിങ്ങൾ കമൻറ്റ് പറയണേ, മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കമൻറ്റ് പറയണേ കേട്ടോ. എന്തുവാന്ന് അറിയണ്ടേ, ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയണ്ടേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.